ദീപ്തി സീതത്തോടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വളരെയധികം സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറേയധികം പേരെ സഹായിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്ന സമയത്ത് കുറേയധികം പേര് അവരെ ഇഷ്ടപ്പെടുന്നവർ കമൻസൊക്കെ ഇടുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യം കൂടെ നോക്കണം, ഇങ്ങനെ സഹായിക്കാൻ നിൽക്കരുത്, ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വരെ ശ്രമം നടക്കാം എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ അതുപോലെ നടന്നിട്ടുമുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ദീപ്തി സീതത്തോട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് വളരെ അടുത്ത് നിന്ന വ്യക്തികളാണ് അവരെ സഹായിച്ചതിൽ നിന്ന് ഇപ്പം ഭയങ്കരമായിട്ട് വിട്ടുമാറാത്തൊരു സങ്കടമുണ്ട്. കാരണം അവർ ഏൽപ്പിച്ചതാണ്. ഇതേ കണക്ക് അവരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പൈസയൊക്കെ കൊടുത്ത്. അതുപോലെ തന്നെ ഒരു മാലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവരറിയാതെ തന്നെ, അതായത് ദീപ്തി സീതത്തോട് അറിയാതെ തന്നെ ആ ഒരു മാല പണയം വെക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ക്യാഷ് ഉപയോഗിച്ചതിന് ശേഷം സഹായം ചെയ്ത് കൊടുത്ത് അത് അവരെ ആവശ്യത്തിന് ഉപയോഗിച്ചു. അതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് തരാതിരിക്കുകയും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും, പക്ഷെ അതേസമയം അവർ വേറെയുള്ള കാര്യങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ പൈസ ഉണ്ട്. ഒരു ദിവസം ഇതേ കണക്ക് വിളിച്ച സമയത്ത് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അവരടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചെന്നും ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ടൈം കൂടിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ദീപ്തി സീതത്തോട് പറയുന്നത്. ഇതിന് താഴെ വന്ന എല്ലാവരും കമൻസ് ഇടുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അപ്പോഴേ പറയാറില്ലേ ആൾക്കാരെ സഹായിക്കുന്നത് കുറച്ച് മതി, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കൂ എന്നുള്ളൊരു കാര്യം, ഇപ്പം മതിയായല്ലോ എന്നുള്ള രീതിയിൽ കമൻസ് ആളുകൾ ഇടുന്നുണ്ടായിരുന്നു.